എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ഉഗ്രൻ ടേസ്റ്റിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് മസാലയുടെ റെസിപ്പിയാണിത്. ഇത് പൂരിക്ക് മാത്രമല്ല ദോശ, ഇഡ്ഡലി, അപ്പം അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ആദ്യം തന്നെ 3 വലിയ ഉരുളക്കിഴങ്ങ് ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞു വച്ചിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം കറി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഉരുളക്കിഴങ്ങ് എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ഗ്രാമ്പു, 1 ഏലക്ക ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇനി ഇത് വേവിക്കാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വച്ചിട്ട് 2 വിസിൽ വരണം. അപ്പോൾ 2 വിസിലിന് ശേഷം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങെല്ലാം ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതിനു മുൻപ് നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള ഗ്രാമ്പുവും ഏലക്കയും എടുത്തു മാറ്റാം. ഇത്രയും നേരം മാത്രം ആ ഒരു പൊട്ടറ്റോയിൽ നമ്മുടെ മസാലയുടെ ആ ഒരു സ്മെല്ല് കിട്ടിയാൽ മതി. ഇനി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒരുപാട് അങ്ങ് ഉടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു പാൻ വച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുന്ന ആ ഒരു സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ കടലപ്പരിപ്പിൻ്റെ കളറെല്ലാം ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ചേർക്കാം. ഇതിൽ നമ്മൾ വെളുത്തുള്ളി ചേർക്കില്ല. അതേപോലെ ഇഞ്ചി പേസ്റ്റ് രൂപത്തിൽ ചേർക്കരുത്. അപ്പോൾ നമ്മൾ ചേർത്ത ഇഞ്ചി വാടി വരുന്ന ഒരു സമയത്ത് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. കൂടെ തന്നെ 1 ക്യാരറ്റും ചെറുതായി അരിഞ്ഞത് ചേർക്കണം. അതേപോലെ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കരുത്, കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതെല്ലാം വഴറ്റിയെടുക്കേണ്ടത്. ഇപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. കൂടെ തന്നെ കറിവേപ്പിലയും ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം 1/4 ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. തക്കാളി നമ്മൾ 1-ൽ കൂടുതൽ ചേർക്കരുത്. ഈ ഒരു സമയത്ത് ഇതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഈ മസാല നന്നായിട്ട് സെറ്റായി വരാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് നേരം മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കണം. അതിനുശേഷം ലാസ്റ്റ് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല കറിയാണിത്. ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയുമാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനലും സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.